നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ബീഹാറിൽ അവസാനഘട്ട പ്രചാരണ രംഗത്ത് കൂടുതൽ ദേശീയ നേതാക്കളെത്തും. രാഹുൽ ഗാന്ധിയുടെ റാലികൾ ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 റാലികളിലാണ് പങ്കെടുക്കുന്നത്. എൻഡിഎയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ബീഹാറിൽ എൻഡിഎ സർക്കാർ അധികാരം നിലനിർത്തുമെന്ന് യുപി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ. നിതീഷ് കുമാറാണ് എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എൻഡിഎയിൽ യാതൊരു പ്രതിസന്ധിയില്ലെന്നും യുപി ഉപമുഖ്യമന്ത്രി മീഡിയ വണിനോട് പറഞ്ഞു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം. ഗയയിലെ ദിക്കോറ ഗ്രാമത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഹിന്ദുസ്ഥാനി ആവാം മോർച്ച സ്ഥാനാർത്ഥിയും നിലവിലെ എംഎൽഎയുമായ അനിൽകുമാറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. റോഡ് നിർമ്മിക്കാത്തതിനെ തുടർന്ന് ഗ്രാമവാസികൾ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. കല്ലേറിൽ എംഎൽഎക്കും പ്രവർത്തകർക്കും പരിക്കേറ്റു. ബീഹാറിൽ CPIM-L സ്ഥാനാർത്ഥി ദിവ്യ ഗൌതമിന് വോട്ട് തേടി യുവാക്കൾ. സ്ത്രീകളുടെ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും ഉയർത്തിയാണ് പ്രചാരണം. അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ബന്ധു കൂടിയാണ് ദിവ്യ ഗൌതം. 2007 രാംപൂർ CRPF ക്യാമ്പ് ആക്രമണ കേസിൽ പാക് പൌരന്മാർ ഉൾപ്പെടെ 4 പേരുടെ വധശിക്ഷ അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കി. അന്വേഷണത്തിലെ പോരായ്മ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഡൽഹിയിൽ വായു മലിനീകരണം വളരെ മോശം നിലയിൽ തുടരുന്നു. മലിനീകരണം കുറയ്ക്കാൻ വീണ്ടും കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. വായു ഗുണനിലവാര സൂചിക 400 പിന്നിട്ടു. ഇന്ത്യയും ചൈനയും ഉന്നതതല സൈനിക ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നത് ലക്ഷ്യമിട്ടാണ് ചർച്ച. ഇരു രാജ്യങ്ങളും കൃത്യമായ ആശയവിനിമയത്തിലേർപ്പെട്ടുവെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ജൂലൈയിലാണ് ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അവസാന ചർച്ച നടത്തിയത്. കാനഡയിൽ ഇന്ത്യൻ വ്യവസായി ദർശൻ സിംഗ് സഹാസിയെ വെടിവെച്ചു കൊന്നു. ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘം കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. തങ്ങളുടെ ആവശ്യങ്ങൾ നിരസിച്ചതിനാലാണ് കൊലപാതകം നടത്തിയതെന്ന് സംഘം വ്യക്തമാക്കി. RJDയിൽ നിന്നും കൂടുതൽ നേതാക്കൾ പുറത്ത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 10 നേതാക്കളെ പുറത്താക്കി. ഒരു സിറ്റിംഗ് MLAയും 2 മുൻ MLAമാർ ഉൾപ്പെടെയുള്ളവരെയാണ് പുറത്താക്കിയത്. കഴിഞ്ഞ ദിവസം 27 നേതാക്കളെ പുറത്താക്കിയിരുന്നു. മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയുടെ സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളി ഡാനിഷ് ചിക്ന അറസ്റ്റിൽ. മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ഗോവയിലെ റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഡാനിഷ് പിടിയിലായത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈ പോലീസ് ഡാനിഷിനെതിരെ 7 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇനി 0 ഓവറിൽ അജിംസ് തുടരും. നമസ്കാരം.